ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെ നമുക്ക് കമന്റിന് മറുപടി കൊടുക്കാം. അപ്പോൾ ഇത് ഏതാണെന്നറിയോ, നമ്മുടെ വെടിപ്പുഴ ബീബിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ വന്ന കമന്റുകളാണ് ഇപ്പം നിലവിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കമന്റ് വായിച്ചോളൂ. ഡി, നീയും ശരിയല്ല അവളും ശരിയല്ല, നീയും കളിച്ച് നടന്നവളാ. അതെ, ഞാനും കളിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഒരുപാട് കളിച്ച് നടന്നിട്ടുണ്ട്. താങ്കളും കളിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റാ, അടുത്തത്. ഇതാ, പേടിച്ച് റോഡിൽ മുള്ളിയ ഏക യൂട്യൂബർ ഷെഫീന മാത്രമാണ് ലോക ഫ്രോഡ്. അത് സത്യമാണ്. മുള്ളി ഒരാള് ഷെഫീന മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഞാനും കണ്ടതാണ്. പൊളിച്ചു, ഇങ്ങനെ കൊടുക്കണം ഇതുപോലെ മറുപടി. ഇത് ഞാനൊരു ഒരു മിനിറ്റ് നമുക്ക് പേര് നമ്മൾ പറഞ്ഞില്ല. പേടിച്ച് റോഡിൽ മുള്ളിയ ഏക യൂട്യൂബർ ഷെഫീന മാത്രമാണ് ലോക ഫ്രോഡ് എന്ന് പറഞ്ഞത് നമ്മളെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഫേക്ക് ഐഡി ആണ്, ഒറിജിനൽ ഐഡി. ഇപ്പൊ ആ അഖിൽ മാരാറിനെ പോയിട്ട് ആക്കണ്ട. പിന്നെ ഉള്ളത് പൊളിച്ചു, ഇങ്ങനെ കൊടുക്കണം ഇതുപോലെ മറുപടി. അതെ, കരഞ്ഞു നിന്ന് ഒരുപാട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി പണ്ട്, ഇനി അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ഷൻവാ ഫാത്തിമ. പിന്നെയുള്ള ദിൽസെ 3232. ധൈര്യമുണ്ടെങ്കിൽ മക്കളെയും ഭർത്താവിനെയും വീഡിയോയിൽ കൊണ്ടുപോവാ, അല്ലാതെ നീയും ഷെഫീനയും തമ്മിൽ എന്ത് വ്യത്യാസം? അയ്യോടാ, ധൈര്യം ഉണ്ട്. സ്വന്തം അക്കൗണ്ട് നിന്നല്ലേ മെസ്സേജ് അയക്കേണ്ടത്? അതല്ലേ ആദ്യം ചെയ്ത് നമുക്ക് മാതൃകയാവേണ്ടത്? അപ്പൊ എനിക്ക് മക്കളെയും ഭർത്താവിനെയും സോഷ്യൽ മീഡിയന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ധൈര്യമല്ല. ഷെഫീനെ പോലെ പിടക്കുന്ന ഒരു വ്യക്തിയാണ്, കൂട്ടിയാ മതി. പിന്നുള്ളത് റീത്ത TS. എന്നിട്ട് നിന്റെ കുട്ടികളുടെ വാപ്പ സലീം എവിടെ? ദുബായില്. അങ്ങ് ദുബായില് ദേരയില്. അങ്ങനെ ദേരൊന്നും പറയണ്ട. ദേരയില് വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. ദേര പറഞ്ഞ വലിയൊരു ഏരിയ ആണ്. നമ്മളെന്തിനു മറിച്ച് വെക്കണം? പിന്നെ എന്താ, രജിൽ അനിസാം. ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന പേരാണ് മക്കൾക്ക് വാപ്പ എന്ന് വിളിക്കുന്ന ആ നീ സ്വന്തം ഹസ്സിനെ ഒന്ന് കാണിക്കാമോ? അല്ല, കാണിക്കാലോ. പക്ഷെ ഈ പറഞ്ഞ ഐഡിയിലുള്ള ആള് നേരിട്ട് അക്കുഡേറ്റിൽ വന്നാല് കാണിച്ചു തരാം. ഇനിയിപ്പോ വേണ്ടട്ടോ, അക്കുഡേറ്റിൽ വന്നിട്ട് എന്റെ വീട്ടിലും തപ്പി നടക്കുന്നു വേണ്ട. അക്കുഡേറ്റിൽ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, സലീമിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമെന്ന്. അക്കുഡേറ്റിലെ ഷോപ്പിൽ ആരെങ്കിലും കാണിച്ചു തരും. ഫോട്ടോ കാണാനല്ലോ, നേരിട്ട് കാണണേ അങ്ങ് ദുബായിൽ നിന്ന് തിരിച്ചു വരണം. നിങ്ങൾക്കൊക്കെ എന്താ മക്കളെ? നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വരുന്ന സമയത്ത് വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് നേരിട്ട് തന്നെ കാണിച്ചു തരാം. മക്കളെയും കാണിച്ചു തരാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അമ്മമാര് പറഞ്ഞു കൊടുക്കുന്ന വാപ്പാടെ പേര് എന്ന് പറയുന്നുണ്ട്. എന്റെ 2 മക്കളും സലീമിന്റെ ഫോട്ടോസ്റ്റാറ്റ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് മൂപ്പര് പറഞ്ഞ റെഡിയാണ്. മൂപ്പര് പറഞ്ഞത് അത് അങ്ങനെ തെറ്റിച്ചിട്ടില്ല. ഈ ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന പേര് ആണ് മക്കൾക്ക് വാപ്പ എന്ന് വിളിക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ നീ സ്വന്തം ഹസ്സിനെ ഒന്ന് കാണിക്കാമോ എന്നാ ചോദിച്ചത്. അതായത് ഇക്കാക്കനെ കാണിച്ചിട്ടില്ലാനുള്ള പരാതിയാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്. എന്താ, രജിൽ നിസാം. അപ്പോ വന്നു കഴിഞ്ഞാല് ഇവിടുന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഞാൻ വരുന്നത് വീഡിയോ ഇടുന്നുണ്ട്. ആളുടെ തല മാത്രം കാണിക്കൂല, ബാക്കിയെല്ലാം കാണിക്കും. കൊണ്ടുവരുന്ന പെട്ടി എന്തായാലും കാണിക്കും കേട്ടോ. പിന്നെ റോസ്, പനിനീർപ്പൂ. യൂട്യൂബ് തുറന്നാൽ തുടങ്ങും ഇതുപോലുള്ള കൾച്ചർ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അലവലാദികളെ. നല്ല ഫാമിലിയിൽ ജനിച്ചവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയൂ. ഈ യൂട്യൂബ് നീ യൂട്യൂബ് തുറക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? കൾച്ചർ ഉള്ളവര് യൂട്യൂബ് അടച്ചു വെക്കുക, കൾച്ചർ ഇല്ലാത്തവര് മാത്രം തുറക്കുക. അരുൺ നിന്റെ ആരാ? കാമുകനാണോ? അല്ല, ഭർത്താവാണ്. അതല്ലേ അറിയേണ്ടത്. ദിൽന മസ്രീൻ. അല്ല, നിങ്ങളുടെ മക്കൾക്ക് അറിയില്ലല്ലോ അവരുടെ വാപ്പ ആരാണെന്ന്. നിങ്ങൾ പറഞ്ഞത് അല്ലേ അറിയൂ. നിങ്ങൾ അത്രയ്ക്ക് നല്ല ഒരാൾ ആണോ? ഞാൻ ഷെഫീന ബീവിയെ ന്യായീകരിക്കുകയല്ല. ഓരോന്ന് പറയുമ്പോൾ സ്വയം മാറുന്നത് നോക്കിക്കോ. നിങ്ങളും ഇപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ കൂടെ അല്ലേ? പിന്നെ എന്നും യൂട്യൂബിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഷാജിദ ആൻറ്റിയുടെ കഴിഞ്ഞേ ഉള്ളൂ, ഇപ്പോൾ ഇതാ വേറെ.
മോളെ പേരെന്താ? ദിൽന മെഷറിൻ. മോളെ ദിൽന മെഷറിനെ, ഇത് ജന്മം കൊണ്ട് മുസ്ലിമാടേ, കർമ്മം കൊണ്ടാണ് ഹിന്ദു. ഈ കമന്റ് ഇട്ട ആള് അപ്പോ ജന്മം കൊണ്ടാണ് ഇവര് മുസ്ലിം, കർമ്മം കൊണ്ട് അവന് ഹിന്ദു ആയി പോയത്. അത് അവന്റെ വാപ്പയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേത്, ഞാൻ പറഞ്ഞു കൊടുക്കണമെന്നില്ല, ഞാൻ ഇതിന് തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞു, സലീമിന്റെ ഫോട്ടോസ്റ്റാറ്റാണ് 2 പിള്ളേരും. അതുകൊണ്ട് ശരി, അല്ല മോള് പറഞ്ഞു കൊടുത്താലല്ലേ വാപ്പ ആരാന്ന് മനസ്സിലാവുള്ളൂ. കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട. അല്ല അങ്ങനെ ഷെഫീന ബീവിനെ പോലെ അറിയോ, അല്ല നിങ്ങളുടെ മക്കൾക്ക് അറിയില്ലല്ലോ അവരുടെ ബാപ്പ ആരാണെന്ന്. അറിയാലോ, അവര് ജനിച്ച് വീണപ്പം അവരുടെ 2 കരങ്ങളിലേക്കൂടിയാണ് ഏറ്റുവാങ്ങിയത്. സലീമിന്റെ 2 കരങ്ങളിലേക്കാണ് 2 കുഞ്ഞുങ്ങളെ മേടിച്ചത്. അപ്പൊ ആ ജനിച്ചപ്പോ അവർക്കറിയാതെ സലീമിന്റെ മക്കളാണ് എന്നുള്ളത്. കേട്ടോ കൂട്ടിയേ. ഇനി അടുത്ത കമന്റ്. അങ്ങനെയും പറയാം. ഇതൊക്കെ കാണുമ്പോൾ എവിടെയോ സണ്ണി ലിയോണിനെ കുറ്റം പറയുന്ന എന്താ അങ്ങനെ എഴുതിച്ച് എന്തോ എഴുതി നോക്ക്. എഴുതിയത് തെറ്റായിട്ടാട്ടോ, അല്ലെ വായിച്ചതായിട്ടല്ല. നോക്കിക്കോ. അല്ല അതുകൊണ്ടല്ല, മിയ ഖലീഫ ഈ സണ്ണി ലിയോൺ ചേച്ചിന്റെ വേറൊരു ഇത്. അതൊക്കെ എനിക്ക് അറിയാട്ടോ, ഇനി നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ കുറ്റം പറയുന്നെന്ന്. മോന്റെ ഉമ്മ അപ്പളും രാത്രി ഒറ്റക്കണ്ടല്ലേ എന്ന് നോക്കണം കേട്ടോ. പിന്നെ അനീഷ് പൊളിച്ചു. ജസ്ന അരുൺ ഇങ്ങനെ മറുപടി കൊടുക്കണം. ബിഗ് സല്യൂട്ട്. താങ്ക് യു അനീഷേട്ടാ. താങ്ക് യു അനീഷേട്ടാ. താങ്ക് യു. അബ്ദുൽ അസീസ്, നിന്റെ 2 മക്കളെയും നീ പറഞ്ഞു പഠിപ്പിച്ചു നിങ്ങളുടെ ഉപ്പാന്റെ പേര് സലീം എന്ന്. അതിനെന്താണ് തെളിവ്? പ്രസവിച്ച സ്ത്രീ ചൂണ്ടിക്കാട്ടിക്കൊടുക്കുന്ന ആളെ അവർ വാപ്പ എന്ന് വിളിക്കും. പലരുടെയും കൂടെ കഴിയുന്ന നിനക്ക് എങ്ങനെ അറിയാം കുട്ടികളുടെ വാപ്പ സലീമാണെന്ന്? നിന്റെ ഉപ്പ പറഞ്ഞു. അല്ല നിന്റെ ഉമ്മ അസീസ് മോനെ അബ്ദുൽ അസീസ്, നിന്റെ ഉമ്മ നിന്റെ ഉപ്പാനെ തന്നെയല്ലേ കാണിച്ചെന്ന്? അല്ലെങ്കിൽ പഞ്ചായത്തിലെ മെമ്പറെയോ അല്ലെങ്കിൽ അടുത്തുള്ള രാമുവേട്ടനെയോ അല്ലെങ്കിൽ ശ്രീധരനെയാണോ കാണിച്ചു കൊടുത്തത്? ഇതാണ് മോനെ നിന്റെ വാപ്പ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നീ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ 2 മക്കളെയും നീ പറഞ്ഞു പഠിപ്പിച്ചു നിങ്ങളുടെ ഉപ്പാന്റെ പേര് സലീം എന്നത്. കാരണം ഏതൊരു ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കും. കാരണം എന്താ വെച്ചാല് ഒരുവിധം ഈ ആൺ പെൺ വർഗത്തില് കല്യാണം കഴിച്ചു കഴിഞ്ഞ് പ്രസവിക്കുന്നതിന് മുമ്പ് ചിലപ്പം എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരുവിധ ആണുങ്ങള് ഒരുവിധം നല്ല മിക്കവാറും ആണുങ്ങളും പുറത്തായിരിക്കും. പിന്നെ ഇവര് ലീവിന് വരുന്ന സമയത്ത് ചിലപ്പോൾ മക്കൾ ചെറുതായിരിക്കും. അച്ഛാന്ന് വിളിക്കുന്ന പ്രായം പോലും ആയിക്കില്ലാത്ത ആ ഒരു സമയത്തായിരിക്കും ആ ഭർത്താക്കന്മാർ വരിക. അപ്പോൾ ഇവർക്ക് ഇപ്പൊ അച്ഛനാന്ന് അപ്പത്തെ ആ ഒരു സമയത്തെ ഇവർക്ക് മനസ്സിലാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞു കൊടുത്തതാ. കാരണം കുറച്ച് കഴിഞ്ഞ് ഇവര് 5 6 വയസ്സാകുമ്പോ ഇതിൽ ന്യായീകരിക്കാൻ ഇതുണ്ടാവും. ഇവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. നിന്റെ ഉമ്മ ഇപ്പൊ കാണിച്ചു തന്ന വാപ്പ ആണോ നിനക്ക് എന്നുള്ളത് ഉമ്മാനോടൊന്ന് സ്വകാര്യമായിട്ട് ചോദിച്ചു. ചിലപ്പോ നിനക്ക് ദിവാകരേട്ടനോ മുഹമ്മദ് ഖാനോ അതും അല്ല. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഇവൻ ചോദിച്ചാൽ ഒരു അർത്ഥമില്ലല്ലോ. കാരണം എന്റെ ഉമ്മ പറഞ്ഞല്ലേ എന്തെന്ന് ഉറപ്പെന്താ? എനിക്ക് എന്താടാ ഉറപ്പാദ്യം നീ നിന്റേത് എന്നിട്ട് ഇതാണ് ശരിക്കുള്ള മറുപടി. കാരണം ഓൻ പറഞ്ഞത് അതായത് ജസ്ന സലീം പറഞ്ഞു കൊടുത്തതാണ് മക്കൾക്ക് വാപ്പാന്റെ പേര് സലീം എന്നാണ്. ശരി, അത് അല്ലാന്നും വെച്ചോ. അപ്പൊ നിന്റെ ഉമ്മ പറഞ്ഞതല്ലേ നിന്റെ ഉപ്പ അതാന്ന്? അതിലെന്തോ ഉറപ്പാണല്ലോ. ഉറപ്പെന്തെങ്കിലും ഉണ്ടോ നിനക്ക്? എന്താണ് അബ്ദുൽ അസീസെ, വടി കൊടുത്ത് അടി വാങ്ങണോ? ബിന്ദു ഹുർഗ, നിനക്ക് എന്ത് യോഗ്യതയുണ്ട് അവരെ കുറ്റം പറയാൻ? എത്ര പേര് പീഡിപ്പിച്ചു നിന്നെ? കുട്ടിക്ക് അസുഖമുണ്ട് എങ്കിൽ കുട്ടിയെയും കൊണ്ടല്ലേ ഡോക്ടറെ കാണാൻ പോകൂ. നീ എന്തിനു ഒറ്റയ്ക്ക് ഡോക്ടറെ കാണാൻ പോയത്? ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ഡോക്ടറെ കാണാൻ പോയതെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ
കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് കുട്ടിയുടെ അസുഖ ഡീറ്റെയിൽ സംസാരിക്കാൻ പാടില്ല. ഒരമ്മ എന്ന രീതിയിൽ എനിക്ക് ട്രീറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വിശദമായിട്ടുള്ള ഡീറ്റെയിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് മുത്തേ എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അല്ലാതെ നീ കുട്ടീനെ കൂട്ടാതെ എന്ന് പറഞ്ഞിട്ടല്ല വിളിച്ചത്. അതിൽ തെറ്റും കാര്യമൊന്നുമില്ല ബിന്ദു ചേച്ചിയെ. ബിന്ദു ചേച്ചിയേ, ഷനു അനു, ആ വീഡിയോ ജിനൂസിന്റെ വീട്ടിൽ പോയി മുറ്റത്ത് മുള്ളിയതല്ലേ? എന്റെ പൊന്നോ, ഇത്തരത്തിൽ റീപ്ലൈ കൊടുക്കാൻ നിങ്ങൾക്കേ പറ്റൂ. ഫിജോ ഇവരുടെ പിന്നിലായി. നമ്മളെ കൊഞ്ഞനം കുത്തുന്നവനെ തിരിച്ച് കൊഞ്ഞനം മാത്രം കുത്തിയാ പോരാ, വാരി എറിയണം. നമ്മുടെ നാഗച്ചേച്ചി പറയുന്നില്ലേ അത്. കൃഷ്ണനെ പറ്റി പറഞ്ഞ ആ സമുദായത്തെ പറ്റിച്ച് എത്ര കാലം ജീവിക്കും? എന്നെ കൂടെ പറ്റുന്നിടത്തോളം കാലം ജീവിക്കും. ഏതായാലും നിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. അല്ല, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. ഈ ഫേക്ക് ഐഡി ഉണ്ടാക്കിയ ഈ ഒരു മോളാണെങ്കിലും മോനാണെങ്കിലും കൃഷ്ണനെ പറ്റിച്ച് ജീവിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ട്. ഈ കൃഷ്ണൻ, അതായത് കണ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു ഫോട്ടോ പോയ സ്ഥലത്തും പോയ സ്ഥലങ്ങളിലൊക്കെ നല്ല നല്ല കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇവള് പറ്റിച്ചെന്ന് ഇവളെ ഫോട്ടോ വാങ്ങിയ ആൾക്കാർ പറയില്ല. പിന്നെ ഈ തന്തയ്ക്ക് പറക്കാതെ ഈ ഫേക്ക് ഐഡി ഉണ്ടാക്കുന്ന ആൾക്കാർ ഡാഷ് ആൾക്കാരൊക്കെ പറയുന്നല്ലാതെ, അതായത് നിന്നെ പോലത്തെ ഐഡിയ എന്ന് പറഞ്ഞെടുക്ക് എന്തെന്നത് അഹമ്മദ് എന്നാണോ? അഹമ്മദ് KNP 9727 ഹാഷ്ടാഗ് ഉണ്ട്. ഫസ്റ്റ് ഹാഷ്ടാഗ് അഹമ്മദ് KNP. തലക്ക് കയറിയ വ്യക്തിയാണ് കുട്ടിയെ. പിന്നെ അബ്ദുൽ അസീസ് പൊളിച്ചു. പിന്നുള്ളത് ഷാജഹാൻ മാളിയക്കൽ ഡി. സെറീന ബീവിന്റെ ചൊറിയാൻ നിൽക്കണ്ട, കനത്തിൽ തരും. സെറീന ബീവി അല്ല, ആദ്യം പോയിട്ട് ഷാജഹാനെ പേര് പഠിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് കേക്കാണ്ട് കേറി കൊത്തല്ല. എന്താണ് പേരെന്നറിയില്ല. ഷാനവാസ് ഖാൻ, നിന്റെ ടൈം മോനെ അരുണേ, നിന്നെ ട്യൂൺ ചെയ്യാൻ എത്ര പേരാ? എന്റെ പൊന്നു സത്യോ, എത്ര പേരാ? മരിച്ചീനി മോറി, മറ്റേ വെടിപ്പുരം. എന്നിട്ട് കണ്ടില്ലേ ലിസിത പാലക്കൽ മരിച്ചീനെ പറഞ്ഞത് ഒരു ഗുണമില്ലാന്ന്. നിന്റെ കൂടെ ഉള്ളവൻ ആരാ? ആരാന്ന് വെച്ചിട്ടാ പറയാ? കാമുകൻ, ഭർത്താവ്, പിന്നെന്തായാലും പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്, പലതുണ്ട്. ആരാന്ന് വെച്ചിട്ടാ പറയാ? എന്തൊക്കെ പറഞ്ഞാലും ഷെഫീനയ്ക്ക് റീപ്ലൈ കൊടുത്തത് നന്നായി. ഓക്കെ, പേര് വായിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് സ്പെല്ലിങ് മാത്രമേ ഉള്ളൂ. സ്പെല്ലിങ് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പിന്നെ അതിന് കമന്റ് ഇടണ്ട. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പേരല്ല, ഒരു ലെറ്റർ അല്ല. NITAABB അങ്ങനത്തെ കുറെ ലെറ്റേഴ്സാണ്, അതാ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു കേട്ടോ. ഇനി നാളെ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഇതായില്ലെന്ന് പറയാൻ നിൽക്കണ്ട, അതിനാണ് മുൻകൂട്ടി പറഞ്ഞത്. റിയാസ് ഇവളെ അല്ല എന്താ ക്യാപിറ്റൽ വിഷൻ ന്യൂസ് എഡിറ്റർ പീഡിപ്പിച്ചത്? ആ കേസൊക്കെ എന്തായി മോളെ? ആ കേസിന്റെ കാര്യമാണ് മോളെ നേരത്തെ നീതി കിട്ടിയില്ല ആരോ പറഞ്ഞോട്ടെ, അത് നോക്കണ്ട. അതെ, എനിക്ക് നീതി കിട്ടിയില്ല. ക്യാപിറ്റൽ വിഷൻ അറിയാലേ, ഷനീദ് കരുവാങ്കുണ്ടി പൊളിച്ചു. ഇതുപോലെ മറുപടി കൊടുക്കണം. പിന്നെ MD ബോയി തെറിച്ചിടെ മക്കളുടെ വാപ്പയുടെ പേര് ചോദിച്ചാൽ വല്ല ഒരു ലിസ്റ്റ് തന്നെ പറയേണ്ടി വരും. ഈ തെറിച്ച് ഉദ്ദേശിച്ചത് ആരാന്ന് മനസ്സിലാക്കിയല്ലോ? ഷെഫീനാണ്. അതാണ് തെറിച്ചിയുടെ മക്കളുടെ വാപ്പയുടെ പേര് ചോദിച്ചാൽ വലിയ ഒരു ലിസ്റ്റ് തന്നെ. ഞാൻ അങ്ങനെയൊന്നും പറയല്ല. രണ്ടെണ്ണത്തിന് മക്കളെയും ഞാൻ കണ്ടിരുന്നു. ഒന്ന് പിന്നെ കാക്കക്ക് ഉണ്ടായതാണ്, ഒന്ന് പൂച്ചക്ക് ഉണ്ടായതിന്റെ ലുക്ക് ഉണ്ട് കേട്ടോ. കൂടെയുള്ള ആളാരാണ്? ആരുടെ കൂടെ? കാമുകൻ നല്ല. അതിപ്പോ ഇന്നെ പറ്റിയാണോ അറിയില്ലല്ലോ. നിന്നെ പറ്റിയാണ് കാമുകി, എന്നെ പറ്റിയാണ് കാമുകൻ. അങ്ങനെയാണ്, അങ്ങനല്ല. ഇന്നെ പറ്റിയാണോ അല്ലെങ്കിൽ ഷെഫീനെ പറ്റിയാണെന്ന് അറിയില്ലല്ലോ. അടി കിട്ടിയ വീഡിയോ കൂടി നമ്മൾ പറഞ്ഞില്ല. അതന്നെ ചിലപ്പോ ആ കമന്റും കൂടി പറയാണ് ഷെഫീനെ കൂടെ ഉള്ളതാണ് നമ്മളെ. ഇതാണെങ്കിൽ കാമുകൻ, ഇതാണെങ്കിൽ കാമുകി. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. സൂപ്പർ, രണ്ടും കണക്കാ. മകളുടെ പ്രായമുള്ള ആളുകളിൽ നിന്നും നിത്യം ഊക്ക് വാങ്ങുന്നവൾ ഷെഫീന. ജിനൂസിന്റെ അടി
കൊണ്ടുപെടുത്തു. അടി കൊണ്ട് പെടുത്തു, സത്യാണ്. എന്നിട്ട് ഓള് പറയലെന്താന്നറിയോ, എന്റെ ചെരുപ്പിന്റെ അടിയാളം ഒരു യൂട്യൂബറുടെ മുഖത്ത് പതിഞ്ഞിരിക്കുന്നു. യൂട്യൂബറോട് നല്ല അസലായിട്ട് ആകണോ, നല്ല അസലൊരാണിന്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി അങ്ങ് പോരൽ അടിങ്ങി കുത്തിരിക്കും. അതാണ് ഷൈൻശ്രീ. ഒരു കിണുവാവ, കൊരങ്ങച്ചൻ, കരിങ്കീണിയും സപ്പോർട്ട്. എൻ്റെ അച്ഛൻ, എൻ്റെ അച്ചാർ. മെഹർനിസ. എന്നിട്ട് നിന്റെ കൂടെ ഇരിക്കുന്നതാരാ? എന്നിട്ട് നിന്റെ കൂടെ ഇരിക്കുന്നതാരാ? കാമുകൻ. ഈ ഷെഫീന ആ ഷാജിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു പാവം ആ മക്കൾ. ആരാതി? ഷാജി എന്ന് പറഞ്ഞ ഭർത്താവും മരണപ്പെട്ടു പോയൊരു കുട്ടിയുണ്ട്. അതിനെ കുറിച്ച് ഷെഫീന കാര്യമൊന്നുമില്ല കേട്ടോ. ചപ്പീന നമുക്ക് മറ്റേ എന്താ പറയാ, റീൽസ് ഇട്ട് 10 പേര് കാണണം, പൈസ പബ്ലിസിറ്റി കിട്ടണം. അതിന് തെറി വിളിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, പൈസ കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ഷെഫീന ആൻഡ് പാലക്കൽ. ഡോണ്ട് മൈൻഡ്. ഗുഡ് ലക്ക് കണ്ണ. ഡോണ്ട് ഫിയർ എനിബഡി. മേക്ക് മോർ ഫോട്ടോസ്. താങ്ക് യു. ഫിജോയുടെ വായിൽ നിന്നും ഇനി കേൾക്കാൻ ഒന്നുമില്ല ഷെഫീനയ്ക്ക്. സിന്ധു അർജുനൻ. 2 സെക്കൻഡ് വെടികൾ. സെക്കൻഡ് ഹാൻഡ് വെടിയല്ല, സെക്കൻഡ് വെടികൾ നല്ല ഇതിനകത്ത് ഫസ്റ്റ് ക്വാളിറ്റിയാ, സെക്കൻഡ് അല്ലടേ. പിന്നെ കുറെ സ്മൈലി കാര്യങ്ങൾ. പിന്നെ പൊളിച്ചു തകർത്തു ജസ്ന. രഘു. ഓക്കെ, താങ്ക് യു. ജിനുവിന്റെ നാട്ടിൽ ആച്ചാൽ പോയി മൂത്രമൊഴിച്ച് ഷെഫീന. എല്ലാവർക്കും ഇതാ പറയാനില്ല. കാരണം പെണ്ണുങ്ങള് ഡ്രസ്സിൽ പടുത്ത് ശരിക്കും കാണുന്നുണ്ട്. വല്ലാത്തൊരു ഗതികേട് തന്നെയല്ലേ അതൊക്കെ എന്ന് പറയുന്നത്. മറ്റൊരു നാട്ടിൽ പോയിട്ട് ഇട്ട ഡ്രസ്സിൽ മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അതേ ഡ്രസ്സ് തന്നെ കാർ ഓടിച്ചു പോവുക. അത് ഹാൻഡിക്യാപ്റ്റ് ആണെങ്കിലും കാർ ഓടിക്കും തോന്നുന്നു. കാർ ഓടിക്കുക അങ്ങനത്തെ വണ്ടി ആയിരിക്കാം മേ ബി. അത് തലശ്ശേരിക്ക് വീടില്ലാഞ്ഞിട്ടാട്ടോ കാറിന് മാത്രം ചെയ്യുന്നത്. ഇത് ജിനുവിന്റെ വീട്ടിൽ പോയി തല്ലുണ്ടാക്കാൻ പോയ വീഡിയോ ആണ്. അത് പൊളിച്ച് ഇങ്ങനെ തന്നെ കൊടുക്കണം. പൊളിച്ചു. റാഹിബ മോൾ. താങ്ക് യു റാഹിബ. പിന്നെ നിസാർ നിസു. അപ്പുറത്തുള്ള ആ ജോണി ഏതാ? ജോണി യെസ് പപ്പ. നോ പപ്പ. എന്നോടല്ലോ, മറ്റേ ചെങ്ങായി എന്തോ ഒരു പേര് വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ. മറ്റേ ആ തല്ല് കിട്ടി ഓടുന്ന ചേട്ടനെ ഓൻ എന്തോന്ന് പറയുന്നുണ്ട്. നമ്മുടെ വെടിപ്പൊരു ബീവി എന്തോ തല്ലല്ലെന്നോ എന്തോന്ന് പറയുന്നുണ്ട്. അതാണോന്ന് അറിയില്ല. നമുക്ക് കമന്റ് ഇപ്പൊ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ മനസ്സിലാവാത്തൊരവസ്ഥ. കണ്ണന് വേണ്ടിയാണോ വീഡിയോ? യെസ്, കണ്ണന് വേണ്ടി വെച്ചാല് കണ്ണനായിരിക്കും വേണ്ടി കണ്ണന് വീഡിയോ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ കണ്ണന് എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് കണ്ണൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ കണ്ണന് കാണാൻ വേണ്ടിട്ടും സത്യസന്ധത ഇതാക്കാൻ വേണ്ടിട്ടൊന്നും കണ്ണനെ പറയണം. കണ്ണനറിയാം ആരാണ് ശരി ആരാ തെറ്റ് എന്നുള്ളത്. ജെസ്സി അവൾക്ക് അറിയുന്നോ ജെസ്സിന്നിട്ട്. കാരണം എന്നെ വീട്ടിൽ വിളിക്കാറ് ജെസ്സിനും യൂട്യൂബ് ഫുള്ള് വശപിശ കാണല്ലോ. എന്താക്കാനാണ് നീ ലോക ഉടായ്പ തന്നെ അറിയാം. താങ്ക് യു. അറിയാലോ, ഒരു ഉടായ്പിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നാട്ടിലത്തെ ഒരു സംസാരോടെ ഉണ്ട്. അൻവർ സാദിഖ്. കണ്ണേട്ടൻ പറയും. കുണ്ണേട്ടൻ പറയും. എന്റെ കുണ്ണ എഴുതിയ മാറിപ്പോയാന്നറിയില്ല. എന്താ ഹംസ കുറ്റേരി 4775. അത് കണ്ണനെ കളിയാക്കിയ മുസ്ലിം നാമധാരികളാണ് കണ്ണനെ കളിയാക്കിയെന്നെ. ഒന്നും നോക്കണ്ട, അങ്ങനെ ആ കണക്കിൽ വരുള്ളൂ. കിട്ടുമ്പോൾ കിട്ടും. കർമ്മ. ഇതൊക്കെ ഷെഫീനയുടെ ചാനലിൽ തന്നെയുണ്ട്. വണ്ടിയിലിരുന്ന് വീഡിയോ ചെയ്യുന്നത്. വണ്ടിയിൽ തന്നെ. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മാറിയിരിക്കും. നമ്മള് വീടില്ലാന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആന്റി മാറ്റിക്കുന്ന ഒരു ലൈവും കണ്ട് ആന്റി ഒരു വീട്ടിലൊക്കെ ആന്റിയുടെ വീട്ടിലാരോ പോയിന്നും കക്കൂസിലാരോ കയറിയെന്നും കക്കൂസ് കയറി എന്തോ കഥ പറയുന്നത്. മൂപ്പത്തിക്ക് അങ്ങനത്തെ ഒക്കെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ എന്നിട്ട് ഉമ്മാനെ കാറിൽ വെച്ചിട്ട് ഉമ്മാന്റെ എന്തോ പെൻഷന്റെ കഥ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ എന്തോ പറയാൻ ഉമ്മാനെ കാറിൽ ഇരുത്തിയിട്ട് കേസ് കൊടുത്ത പോലെ ഉമ്മനോട് റേഷൻ മേടിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ കേസ് കൊടുത്തതൊക്കെ പഞ്ചായത്ത് പറയാൻ നിസ്സാര സമയം പോലെ. എന്നിട്ട് അത് രസം എന്താണെന്നറിയോ, ആ സ്ത്രീ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അതെ
ഇത് നിങ്ങൾ പറയുന്നത് ഒരു കാര്യം, ഇത് നാട്ടുകാർ ഒന്നായിട്ട് കണ്ടോണ്ടിരിക്കുക കേട്ടോ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ എന്നുള്ളത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് ആ സ്ത്രീയെ ബ്ലോക്ക് ചെയ്തു. ഇതിലിപ്പോ രണ്ട് കൂട്ടർ, അതായത് ഇവളെടുത്ത് തെറ്റുണ്ടെങ്കിലും ഷെഫീനെ എടുത്ത് തെറ്റുണ്ടെങ്കിലും നമുക്കൊന്നും പറയാനില്ല, യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനെന്ന് വിചാരിച്ചു. പക്ഷെ സ്വന്തം ഉമ്മാന്റെ പേരിലൊക്കെ കേസ് കൊടുത്ത് ജീവിക്കേണ്ട അതും സ്വത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു അമ്മമാർക്കും മക്കൾക്കും ഉണ്ടാവരുത്. പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മളൊക്കെ അതിലൊക്കെ ഷെഫീനോട് ഞാൻ എനിക്ക് പുച്ഛം തന്നെ കേട്ടോ. ഞാനും ഒരു അമ്മയാണ്, അതുകൊണ്ടാണ്. അതൊക്കെ വളരെ എന്താ പറയാ മ്ലേച്ഛമായ കാര്യമാണ്. ഇതിൽ ആരാ ശരിക്കും തെറി പറയുന്നത്? എന്തിനാ വെറുതെ? സത്യം വെറുതെ. അസീസ്ക, നമ്മൾ ആരും അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്തതല്ല അസീസ്ക. ഇങ്ങോട്ട് വന്ന് എരന്നും മേടിക്കുക. അവളുടെ നാക്കിന് ദൈവം കൊടുത്ത ശിക്ഷയാവും കാൽ. സത്യം, അത് ഞാനും വിചാരിച്ചിട്ട്. കാരണം എന്താണെന്നറിയോ, ഒരു അമ്മയുടെ അടുത്ത് ഒരു മക്കളെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഇവൻ എന്നോട് പറഞ്ഞു ആ സ്ത്രീ ഹാൻഡിക്യാപ്റ്റ് ആണെന്നൊന്നും നമ്മളായിട്ട് പുറത്ത് പറയണ്ട കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ പറയും ആസ് എ മദർ. കാരണം എന്റെ മക്കളെ പറഞ്ഞത് അത് മതി. ഇനി എടുത്ത കാറ്റ്മാൻ എടുത്തോ. മുറി യണ്ടി, കുത്തുപുസ്തകം, ഉസ്തുകൾ, ഇതൊക്കെ യൂട്യൂബിൽ കൊണ്ടുവന്നത് ഷെഫീന താത്തയാട്ടോ. അതായത് നിർത്തിയിട്ട് ഇത് തുടങ്ങിയിട്ട് ചിരിച്ചു പോകും. 5-6 ബാഡായിട്ടുള്ള മുറി അണ്ടി, കുത്തുപുസ്തകം, ഉസ്തുകൾ, അങ്ങനെ പറഞ്ഞ ഇതിന് ഇനിയും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ടുവന്നത് ഷെഫീന താത്തയാണ് കേട്ടോ പറയുന്നത്. ഇനി വേണേ പയത് പറഞ്ഞു, ചിരി അടക്കാൻ പറ്റാതെ പറഞ്ഞതാ. അല്ല, എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ആ സ്ത്രീ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, ആ സ്ത്രീനെ ദൈവം ആദ്യമേ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഇതിനു മുമ്പേ ഏതെങ്കിലും അമ്മമാരുടെ മക്കളെ പറ്റി പറഞ്ഞതുകൊണ്ട്, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് പിന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ദൈവം തരുന്ന അനുഗ്രഹം. മക്കള് നമുക്ക് കൊതിച്ചിട്ട് കാര്യമല്ല, അത് നമ്മുടെ കയ്യിൽ എന്നും നിൽക്കുമെന്നും പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് മക്കളെ കുറിച്ച് പറഞ്ഞതിന് ദൈവം കൊടുത്തതാ. പടച്ചോന് സ്തുതി, കണ്ണനും സ്തുതി. നീയും മരുണൊന്ന് കളിച്ചോടി. ഇല്ല, അന്ന് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ സ്ഥലമല്ലായിരുന്നു, വെളിച്ചല്ലായിരുന്നു. അപ്പോൾ പറ്റാത്ത നമ്മള് കുറ്റിയണി കളിക്കാൻ പറയുമ്പോൾ വെളിച്ചം വേണല്ലോ. ഒളിച്ചു കൊത്തി കളിക്കും നമ്മള്. 1 2 3 4 5 കളിക്കുള്ള മറുപടി നീ കൊടുക്കല്ലോ. ഒളിച്ചു കൊത്തി കളിക്കൂലേ പണ്ട്. പിന്നെ ഞങ്ങൾ കളിക്കുക റാണിയും മക്കളും, മറ്റേ കൊറേ ടൂളി കളിക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് ടൂളി കളിക്കലുണ്ട്. പിന്നെ എടുത്ത് എറിഞ്ഞിട്ട് അത് ചൂട് ചൂട് തണുപ്പ് തണുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെന്താ കളിക്കല് നമ്മള്? ലൂഡോ കളിക്കലുണ്ട്. ലൂഡോ കളിച്ചിട്ട് എന്നെ എത്ര പ്രാവശ്യം പൊട്ടിച്ചിട്ടുണ്ട് അറിയോ? എന്താ മോനെ. ക്യാരം ബോർഡ് കളിക്കലുണ്ട്. സഞ്ജുമോ മറ്റേ ഇത് കളിക്കലുണ്ട് കേട്ടോ. അതിന്റെ പേരെന്താ? റുബിക്സ് ക്യൂബ്. അതല്ലാതെ വേറൊന്നുമില്ലടാ ഫോണിൽ കളിക്കുന്നത്. ചെസ് അല്ല, ഫുട്ബോളിന്റെ ഈ ഫുട്ബോൾ അത് കളിക്കലുണ്ട് കേട്ടോ. ശിവസീനത്ത് ഉമ്മ ഇപ്പം കളിക്കലുണ്ടോ? മറന്നു പോയതാട്ടോ പറയാ. ആദ്യം നിങ്ങൾ ഉമ്മനോട് പാപ്പനോട് ചോദിച്ചു. ഇത് ഏതാ? ഞാനാരും ഞാൻ തന്നെ. സ്വന്തം ഷെഫീന വേൾഡ് ഫ്രോഡ്, നോ ഡൗട്ട്. വേശ്യ ഒക്കെ ഉള്ളത് തന്നെ ആട്ടോ. നോക്കിക്കേ, നമ്മൾ ഉണ്ടാക്കിയിട്ട്, അതായത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലെങ്കിലും കുഴപ്പമില്ല. കാണിക്കണമെന്നില്ല. ചെറിയ ആ ഒരു ഫ്ലോയില് കാണിച്ചു പോയതാ. ആർക്കെയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതാ ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അതില് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. കമന്റുകളൊക്കെ വായിക്കാം. ഇപ്പോൾ അടുത്തിരിക്കുന്ന ആരാന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നത്. ഇപ്പോൾ അടുത്തിരിക്കുന്നത് ഞാനാ. ഇനി ആ ഒരു ക്യാപ്ഷൻ ഞാൻ വായിക്കുന്നില്ല. ജാമിദ ടീച്ചർ ആരിഫും ഒന്നും ആ സ്ഥാനത്തോട്ട് പ്രതികരിക്കാറില്ല. അതാ ഞാനും വിചാരിച്ചത്. കാരണം എന്താണെന്നറിയോ, ഈ ജാമിദ ടീച്ചർ എന്തോ ആയിക്കോട്ടെ ഒരു കാലത്ത് തന്നെ സപ്പോർട്ട് ചെയ്തൊരു സ്ത്രീ ആട്ടോ. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരു വുമൺ തന്നെയാണ്. ഈ ജാമിദ ടീച്ചർ മാത്രമല്ല, ഈ വിലക്കൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു അപ്പി ബൈജു എന്ന് പറഞ്ഞ് കളിയാക്കലുണ്ട്. ഈ VK ബൈജു ആണെങ്കിലൊക്കെ ഒരു സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്തത് നമ്മളുള്ളത് പോലും പറയണല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഈ ജാമിദ ടീച്ചറെ കുറിച്ച് വളരെ വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ ജാമിദ ടീച്ചർ എന്തുകൊണ്ട് ഇത് കാണാഞ്ഞിട്ടാണോ എന്നറിയാം. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർ പ്രതികരിക്കാത്തത് അവർക്കറിയാം. നമ്മൾ പട്ടി കുരയ്ക്കുന്നത് കൊണ്ട് തിരിച്ചു കുരച്ചിട്ട് പട്ടിൻ്റെ മുമ്പിൽ തിരിച്ചു കുരച്ചിട്ട് കാര്യമുണ്ടോ? ഞങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു കുരച്ചതാണ്. പക്ഷേ എന്നാൽ പോലും
വിവരമുള്ള ജാമിത ടീച്ചർ ശരിക്കും തിരിച്ചു കുറച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ജാമിത ടീച്ചർക്ക് കുറച്ച് വിവരമുണ്ട്, നല്ല വിവരമുള്ള. കാരണം തിരിച്ചു കുറച്ച് കഴിഞ്ഞാല് ഓള് പിന്നും പിന്നും ജാമിത ടീച്ചറാ കേറി അങ്ങോട്ട്. അല്ല, ഓളുടെ വരുമാനം തന്നെ ജാമിത ടീച്ചറാട്ടോ. ഈ കാര്യം എന്താ വെച്ചാൽ ജാമിത ടീച്ചർ അവർക്ക് മുസ്ലിം വിരോധികൾ ഒരുപാട് ആൾക്കാരുണ്ട്. മതത്തിന് എതിരായിട്ടാണ് ജാമിത ടീച്ചർ പറയുന്നത്. അപ്പൊ ഈ ജാമിത ടീച്ചർ രണ്ട് കുറ്റം പറഞ്ഞാല് ഈ ചപ്പീനക്ക് വീഡിയോ കൂടും, റീച്ച് കൂടും, അതിന്ന് കിട്ടും വരുമാനം. അപ്പൊ ശരിക്കും പറയാച്ചാൽ ജാമിത ടീച്ചറുടെ ഔദാര്യാണ് ചപ്പീനന്റെ ചോറ്. അതാണ് സത്യാവസ്ഥ. എന്തോ പറയാൻ അടുത്ത വഴി തെറിച്ചി ഇങ്ങനെ കൊടുക്കണം. ജാമ്യം പറയുന്നത് ഷെഫീനല്ല ചപ്പീന. നീയും അവളും കണക്കാ. ഓ ആയിക്കോട്ടെ. താങ്ക് യു. ജ്യോതി ബീന, ആ സ്ത്രീയുടെ പേര് പറഞ്ഞ് നിങ്ങൾ എന്തിനാ നാറുന്നത്? സത്യം, ഞങ്ങൾ സ്വയം നാറിയതാണ്. പക്ഷെ ആരാ? ബീന ചേച്ചിയാ? ബീന ചേച്ചി വേറൊരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാ. കാരണം നിരന്തരം എന്നെ കുറിച്ച് മോശമായിട്ട് വീഡിയോ ചെയ്യാ. അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ ആരും പ്രതികരിച്ചു പോകൂലേ ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. തനൂജയുടെ മോളെ പറയുന്നത് കേട്ടില്ലേ? ഫിജോയുടെ മോളെയും. തനൂജ ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒലിവിയ പ്രശ്നം അതാട്ടോ. എല്ലാവരും മക്കളെ പറയാന്ന് വെച്ചാല് കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ ഞങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്, അവനെ ഒന്നുകൂടി റീലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് മക്കള് കുണ്ടനടിക്കാൻ പോകുന്നത്, കൂട്ടിക്കൊടുപ്പ് പോകുന്നത്. ഇത് മക്കള് ഓക്കും ഇതേ മക്കളുണ്ട്. എത്ര വയസ്സുള്ള മക്കളെ കുറിച്ചാ പറയുന്നറിയോ? അതെന്താ പറയാ, തന്തയും തള്ളയും പോറ്റിയത് ശരിയില്ലായിട്ടാ അങ്ങനെ പോയത്. സത്യം. അതിന് ഉമ്മ മക്കളെ പറഞ്ഞൊന്നും കളിക്കണ്ട. ഓക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിലും ഉമ്മക്കിട്ട് വന്നോട്ടെ, എന്റെ മേത്തോ മോളത്തോ പറഞ്ഞോട്ടെ. കാരണം ഞങ്ങളാണ് നേർക്ക് നേരെന്ന് പറയും. അതെ, ഞാനൊരു മക്കളെ പോലും വീഡിയോസിൽ പോലും കാണിക്കാറില്ല. അപ്പം മക്കളെ അത്രത്തോളം ഒരാളും പറയരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ മക്കളെ അത്രക്ക് പ്രൈവറ്റ് ആക്കി വെച്ചത്. അത് മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ പറഞ്ഞോളൂ. ജയദേവൻ പയ്യോളി, ഉഡായിപ്പ് കൃഷ്ണഭക്ത, നിന്റെ തള്ള. കൃഷ്ണന്റെ അടുത്ത് ഉഡായിപ്പ് നടക്കൂല ജയദേവ. പയ്യോളിയാ അവളുടെ കയ്പ് മാറി. എവിടെ മാറാ? ഷെഫിനെന്റെയോ ബീവിന്റെ കയ്പൊന്നും അങ്ങനെ മാറൂല. ഇന്ദ്രൻസ് ലവ് ജസ്നായ്ക്ക് ഇനി എത്ര വേണ്ടി വരും? ഇനി ഒന്നും പോന്നോട്ടെ. ഇനി ഓളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയച്ചാൽ മതിട്ടോ. എനിക്കൊരു വിരോധവും ഇല്ല, തിരിച്ചു പറയാൻ പഠിച്ചു ഞാന്. ഷെഫീനെ മോശമാണ്, നീ നല്ലതാണ്. ഞാൻ നല്ലതല്ല, ഒരാളും നല്ലതല്ല. സുഹൃത്തിന്റെ പേരെന്താ? അബ്ദുൾ റസാഖ്. റസാക്ക, നമ്മൾക്ക് ആർക്കും നല്ലത് എന്ന് പറയാൻ പറ്റൂല. ഈ പറയുന്ന റസാക്കാക്ക് 100% കിടക്കുമ്പോ റസാഖ്യം ചിലപ്പോ നല്ലതായിരിക്കും, അല്ലാത്ത പക്ഷെ എങ്ങനെയാണെന്ന് നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം. പക്ഷേ ഫേക്ക് ഐഡിയനെ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. മറുപടി കഴിഞ്ഞു, അത്രയല്ലോ. എന്റെ ഉമ്മച്ചി എന്നാണല്ലോ തെറിച്ച് പറയാറ്. അത് ഭയങ്കര. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നൊരു വീഡിയോയിൽ കണ്ടിട്ട് ഉമ്മാന്റെ പെൻഷൻ എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തോ ആ സ്ത്രീ പറയാൻ വന്നപ്പോൾക്ക് ഇത് എത്രയോ ആൾക്കാർ കാണുന്നതാന്ന് പറഞ്ഞ് വിലക്ക്. നിങ്ങൾ വേണേ ആ വീഡിയോസ് ജസ്റ്റ് വേണേ വാച്ച് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 10 രൂപ കിട്ടിക്കോട്ടെ. നിഷാൻ നിസ്, നിന്നെക്കാളും വലിയ വെടി വഴിപാടി ലോകത്ത് വേറെ കാണില്ല. സത്യം, അവന്റെ തള്ളയാണ് ആദ്യം ഉള്ളത്. ഇപ്പൊ ഇവിടെ വേറെ ആളായി. ഒന്ന് പോടാ. ഓ ശരി. കോമഡി താത്ത ആരെ ഉദ്ദേശിച്ചൊന്നും ഈ കമന്റ് ഇടുമ്പോൾ പ്രത്യേകം പറയാണ്. കോമഡി താത്ത എന്ന് പറഞ്ഞാൽ ഇത് ഷെഫീനിയാണോ അല്ലെ ജസ്നിയാണോ അല്ലെ പാലക്കലാണോ ആരാണെന്ന് ഇതിന്റെ മുകളിൽ ഒന്ന് പറയണേ. എല്ലാരും കണക്കാ. സ്വന്തം പാൽ കുത്തി പല്ല് കുത്തി മണിപ്പിക്കാൻ. പല്ല് നിനക്ക് ഇങ്ങനെ ചെയ്ത പാൽ നട്ട ഇത് എന്താ സഹാ ചന്നു ചനൂസ് 4 to 5 ആക്ഷൻ പോരാ. നല്ല കരച്ചിലാണല്ലോ. ആരാ? ആ കരച്ചിലാണോ ഉദ്ദേശിച്ച്? അവൾക്ക് മുഴു കാമപ്രാന്ത. അതെനിക്ക് മനസ്സിലായി. ഷെഫീനിക്ക് നല്ല മുഴു കാമപ്രാന്താന്നുള്ളത്. ഓളെ ആ ഏട്ടന്റെ പേരെന്തായാലും ആ അടി ഉണ്ടാക്കിയ ആ ചേട്ടൻ ആ ഒരു വൈറലായ ഒരു വീഡിയോയിലുള്ള ആ ഒരു ഇതില് അവളെ കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് കാമപ്രാന്താണ്. അയാണല്ലോ ഒരു പെണ്ണിനെ ഒരു ചെക്കനെയും കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നെന്ന് വെച്ചാൽ അവൾക്ക് അതന്നെ പറയുന്നത്, എല്ലാവരും പറഞ്ഞാൽ അതന്നെയാ. ഇനിയിപ്പോ അടുത്ത ആളത് ഇത് ഷൈൻശ്രീ നല്ലോണം പറയുന്നുണ്ട് അവളെ പറ്റി. എനിക്ക് തോന്നുന്നു ഓള് മുഖാന്തരം എന്തോ അനുഭവിച്ച് ചെയ്ത ഒരാളാണ് തോന്നുന്നു.
ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നമുക്ക് 150 കമന്റ് എല്ലാവരും വായിപ്പിച്ചു. അതായത് നമ്മളെ അല്ല യൂട്യൂബിൽ 150-നോളം അടുത്ത് കമന്റുകളുണ്ട്. പക്ഷെ ഇതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്കും ബോറടിക്കും, ഞങ്ങൾക്കും ബോറടിക്കും. വെറുതെ ടൈം നമ്മൾ ഒരുപാട് ലെങ്ത് കൂട്ടുന്നതിനെക്കാട്ടിലും ഞങ്ങളൊന്ന് വന്ന് നിങ്ങളെ കാണുക, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കേൾക്കുക, കുറച്ചുള്ളതിന് മറുപടി കൊടുക്കുക, ഇത്ര മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആക്കിയിട്ട് 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ആക്കിയിട്ട് നിങ്ങളുടെ സമയം നിങ്ങളെയും ബോറടിപ്പിക്കേണ്ട, അമ്മക്കും ബോറടിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം എന്താ പറയാ, നിങ്ങൾക്ക് ഡെയിലി നല്ല രീതിയിൽ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് കണ്ടന്റ് ആണ്. നമുക്ക് ഇതാകുമ്പം നമ്മുടെ എല്ലാവരും എന്നോട് പറയും നിങ്ങളുടെ കമന്റ് വായിക്കാറുണ്ട് കേട്ടോ, കമന്റ് വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കമന്റ് വായിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് പറയാനുള്ളതെന്നും കൂടി നിങ്ങൾക്കൊന്ന് കേട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കമന്റിന് മറുപടി ആയിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ പിന്നെ എല്ലാവർക്കും സലാം. പിന്നെ അതേപോലെ ഒരിക്കൽ കൂടി പറയാണ് അരുടെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് AJ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് യൂട്യൂബില് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാനുള്ള ടൈമും കാര്യങ്ങളും കിട്ടുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ നാളെ പാലക്കാട് റൂട്ടിലാണ്, ഞാൻ എടുത്ത് വീഡിയോ ഇടുന്നുണ്ട്. നാളെ പാലക്കാടേക്കാണല്ലോ ഡ്യൂട്ടി. അപ്പോൾ ഏതായാലും ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.